ഇന്ന് നമുക്ക് ക്ലേ വെച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്ത് നോക്കിയാലോ. റെഡും വൈറ്റും കണ്ട് ആരും ഓടണ്ട, ക്രിസ്മസ് ഡെക്കോർ അല്ല. നമ്മൾ ഈ പെയിന്റിങ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ സ്ഥിരം തലവേദന. ആരാ? ബ്രഷേ. ആള് ഭയങ്കര ഉപകാരിയൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഓർക്കാതെടുത്ത് ടേബിളിൽ വെക്കും. പിന്നെ ടേബിളിന്റെ മേളിൽ മാറ്റിന് പകരം തുണിയാണ് ശുഭം. സോ ഇന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇതിനെ ബ്രഷ് ഹോൾഡർ എന്നോ ബ്രഷ് സ്റ്റാൻഡ് എന്നോ എന്ത് വേണേ വിളിക്കാം. വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്വയംബന്ധമില്ലാത്ത മോഡൽസ് ആണ് കേട്ടോ ഞാൻ ഈ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു തണ്ണിമത്തന്റെ ഷേപ്പിലുള്ള ഒരു ബ്രഷ് ഹോൾഡർ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ക്രോഷേ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, എല്ലാ വീഡിയോസിലും ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ്, കാണാനോ ചെയ്യാനോ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചാനലൂടെ ഉണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ബ്ലൂ ഷെയ്ഡിൽ നമുക്ക് ബ്ലൂ വെയിലിന് ഉണ്ടാക്കാം. ഇവന്റെ നടുവിന് നമുക്ക് ബ്രഷ് ഹോൾഡ് ചെയ്ത് വെക്കാം. ബ്ലൂ വെയിൽ താങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പേടിയുണ്ട്, കാരണം അവന്റെ വാലിന്റെ അറ്റത്താണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വെക്കുന്ന എവിടെയാന്ന് നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. ആദ്യം ഇത് ബ്ലൂ വെയിൽ ആകോ ഇല്ലയോ എന്നുള്ള സംശയം ആദ്യം തീരട്ടെ അല്ലേ. ക്ലേയുടെ ടൂൾസ് ഒക്കെ പഴയ വീട്ടിലിരിക്കുന്നത് കൊണ്ടേ ഇപ്പൊ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ കൈകൊണ്ട് മാത്രം ചെയ്തു വരുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ നമ്മുടെ ലോക്കൽ ടൂൾസ് ആയിട്ടുള്ള കത്രിക, സൂചി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോ കാണിക്കുന്നില്ല. എന്തായാലും ടൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിങ്ങോടുകൂടി ചെയ്യാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫൈനലി ഈ യെല്ലോ കളർ ഞാൻ എന്തിനാണ് നിർത്തിയെന്ന് കുഴച്ചു വന്നപ്പോൾ ഞാൻ തന്നെ മറന്നുപോയി. പിന്നെ ഉണ്ടാക്കി വന്നപ്പോ കോഴിയാണോ താറാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥയെ. കോഴിക്ക് താറാവിലുണ്ടായ ഒരു സങ്കരയിനം ജീവി എന്ന് വേണേ വിളിക്കാം. ആര് തന്നെ ആയാലും ഡെസ്കുമേ എന്റെ ബ്രഷും ഒക്കെ പിടിച്ച് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തായാലും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. മീമിയോ ഇപ്പൊ തരാട്ടോ. ഭാഗ്യം അവൾക്കിത് മീമിയായിട്ട് തോന്നിയല്ലോ. ഹൗ, അവളുടെ സർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഈ സങ്കരയിനത്തിന് കാല് വെച്ച് നശിപ്പിക്കൽ കർത്തവ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കാല് വയ്യാതെ കുഴമ്പ് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. സാരമില്ല, ബ്രഷ് കൂടുതലുള്ളോണ്ടേ ആ വയ്യാത്ത കാലുമേലും ഞാൻ ബ്രഷ് വെച്ച് കൊടുക്കും. ഇനി ഇവരൊക്കെ നമുക്ക് ബ്രഷിന് താങ്ങാനുള്ള ശേഷി ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എപ്പോഴും ഒരു വീഡിയോയ്ക്ക് വേണ്ടി പെയിന്റ് ചെയ്തതാണ്. കുളവായതുകൊണ്ടും നാലാളെ കാണിക്കാൻ കൊള്ളാത്തത് കൊണ്ടും ഞാനത് പുറത്തു വിട്ടില്ല. കോഴിക്കൂട്ടൻ താങ്ങുന്നുണ്ട്, തണ്ണിമത്തൻ താങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് സംശയം ബ്ലൂ വെയിലിനാണ്. ആളിനെ നടുവിന് ഇത്തിരി സ്വാധീനക്കുറവുണ്ടേ. ബ്ലൂ വെയിലിന് കുറച്ച് ബോൺമീറ്റ് വാങ്ങിക്കൊടുക്കണം. കുറച്ച് ആരോഗ്യക്കുറവുണ്ടേ. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.